ഹായ്. ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് മുമ്പിൽ നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ലക്ഷണങ്ങളോട് കാണുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ലക്ഷണത്തിലേക്ക് വരാം. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നെഞ്ചുവേദന തന്നെയാണ്. ഈ നെഞ്ചുവേദനയായിട്ട് തന്നെ വരണമെന്നില്ല. ചില ആളുകൾക്ക് ഒരു ഇറുക്കം, ഒരു നെഞ്ചിനകത്ത് എന്തോ ഒരു ഭാരമുള്ളത് പോലെ തോന്നുക, നെഞ്ചിനകത്ത് ഒരു അസ്വസ്ഥത ഉണ്ടാവുക, ഇതൊക്കെയാവാം. ചില ആളുകൾക്ക് വേദന തന്നെ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണം. ഇതിന്റെ ഒരു സ്ഥലം എന്ന് പറയുന്നത് നെഞ്ചിന്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഇടത്തോട്ട് ചേർന്ന് നിന്നിട്ടായുള്ള ആ ഒരു പൊസിഷനിലായിരിക്കും വേദന കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത. എന്ന് വിചാരിച്ചിട്ട് ബാക്കി സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സാധാരണയായിട്ട് കാണപ്പെടുന്നത് മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഇടത്തോട്ട് കുറച്ച് ഇടതു ഭാഗത്തോട്ട് ചേർന്നിട്ടായിരിക്കും ഈ വേദന അനുഭവപ്പെടുന്നത്. പിന്നെ ഈ വേദനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വേദന നെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കഴുത്തിലേക്കും താടിയിലേക്കും നമ്മുടെ പുറകിലേക്കും ഷോൾഡറിലേക്കും കയ്യിലേക്കും ഒക്കെ വ്യാപിക്കുന്ന രീതിയിലുള്ള വേദനയായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ശ്വാസമുട്ടൽ എന്നുള്ളത്. ശ്വാസമുട്ടൽ നെഞ്ചുവേദനയോട് കൂടെ ഉണ്ടാവാം, അല്ലെങ്കിൽ നെഞ്ചുവേദന ഇല്ലാതെയും ശ്വാസമുട്ടൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് ഹൃദയാഘാത സമയത്ത് ഓക്കാനം, ഛർദി എന്നിവ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല അമിതമായ വിയർപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അകാരണമായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ ആരെങ്കിലും പെട്ടെന്ന് വിയർക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഹൃദയാഘാതത്തിന്റെ ലക്ഷണമാവാനുള്ള സാധ്യതയുണ്ട്. തലകറക്കം, ബോധക്ഷയം സംഭവിക്കുക, അസാധാരണമായി ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെ ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ്. ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ കൂടെയുള്ളവർക്കോ നിങ്ങളുടെ മുമ്പിലുള്ള ആളുകൾക്കോ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഹൃദയാഘാതം സംഭവിച്ചതായിരിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹൃദയാഘാതം എന്ന് പറയുമ്പോൾ ഈ എല്ലാ ലക്ഷണങ്ങളും കൂടി വരണമെന്നില്ല. ഒരുപക്ഷെ ഒരു ലക്ഷണവും ഇല്ലാതെ സൈലന്റ് അറ്റാക്ക് പോലെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നെഞ്ചുവേദന ഇല്ലാതെ വരാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ, ചില ആളുകൾക്ക് ശ്വാസം മുട്ടൽ മാത്രമേ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ പല രീതിയിലും ഇത് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഓരോ ലക്ഷണങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഒരു സംശയം തോന്നുന്ന രീതിയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കുക. കാരണം ഹൃദയാഘാതം സംഭവിച്ചതിന് ശേഷം ഒരു മണിക്കൂറിനുള്ളിലേക്ക് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പുതിയൊരു വിഷയം വീണ്ടും കാണാം. താങ്ക് യു.